Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി തനി നാടൻ റെസിപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാധാ ഒരു ഫിഷ് കറി ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കപ്പയ്ക്കും മീനിനും ഒരു സ്ഥിരം കറിയാണ് വെക്കുന്നത്. എന്നാ വറുത്തരച്ച മീൻകറി അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച മീൻകറി. ഇതിൽ നിന്നെല്ലാം ഒരു വ്യത്യാസമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണെന്നറിയാമോ? അമ്മമാരൊക്കെ ഈ മാങ്ങ ഇട്ട് വെക്കുമ്പോഴാണ്. മാങ്ങ ഇട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ പുളിഞ്ചിക്കായിട്ട് വെക്കുമ്പോൾ മുരിങ്ങയ്ക്കായിട്ട് വെക്കുമ്പോൾ ഇതൊക്കെ വെക്കുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു ടേസ്റ്റ് വ്യത്യാസം വരുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് പക്ഷേ തേങ്ങായും ഒഴിക്കുന്നില്ല, മാങ്ങ ഇടുന്നില്ല, മുരിങ്ങയ്ക്കായ ഇടുന്നില്ല, ഇതൊന്നും ഇടാത്ത ഒരു തനി നാടൻ മീൻകറിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കപ്പയുടെ കൂടെയൊക്കെ നല്ലതാട്ടോ. സ്പൈസീസ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കാമെന്നേ ഉള്ളൂ. ഇത് ഏത് റെസിപ്പി ഞാൻ ഇനി ചെയ്യുവാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റൊരു കാര്യമേ ഉള്ളൂ, എരിവ് ഉപ്പ് പുളി എല്ലാം നമ്മുടെ നാവിന് രുചി തോന്നുന്ന ഏതാന്ന് വെച്ചാൽ അതനുസരിച്ച് ബാലൻസ് ചെയ്യുക. കാര്യം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ചിലർക്ക് ഒത്തിരി എരിവായിരിക്കും ഇഷ്ടം, ചിലർക്ക് എരിവ് ഇഷ്ടമല്ല. എന്നാൽ എല്ലാവർക്കും ചിലർക്ക് മീഡിയം സൈസ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും മീഡിയം സൈസാണ് ഇഷ്ടം. കാരണം ഈ പറഞ്ഞ ഒത്തിരി ഉപ്പും ഒത്തിരി എരിവും ഒത്തിരി പുളി ഇതെല്ലാം അങ്ങോട്ട് റേഷ്യോ മാറിപ്പോയുള്ള കുഴപ്പം എന്നാണെന്നറിയാമോ? നമുക്ക് ആ കറിയുടെ രുചിയൊന്നും ആസ്വദിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ പറഞ്ഞ പോലെ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. അതാകുമ്പോഴത്തേന് എരിവ് കാണുവേല, എന്നാൽ നമ്മുടെ കറിക്ക് ഒരു ഇച്ചിരി എന്നാ പറയുക കൊഴുപ്പ് കിട്ടും, നിറം കിട്ടും, നമുക്ക് ആ വേണ്ടിയതെല്ലാം ഇതിനകത്ത് വരും. എന്നാൽ ആവശ്യത്തിനുള്ള എരിവേ കാണത്തുള്ളൂ. ഇനി ഇതല്ല, നമുക്ക് എരിവെല്ലാം നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതത്തിനനുസരിച്ച് ചെയ്തോണേ. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇതത്തിനാന്നു. എനിക്കധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കാശ്മീരി മുളകാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുമ്പം ഏത് മുളകാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചു. ഇൻഗ്രീഡിയൻസിനകത്ത് ചേരുവലിനകത്ത് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതെന്നാണെന്നറിയാവോ? പക്ഷേ ഇതിനകത്ത് ട്വിസ്റ്റ് ഇൻഗ്രീഡിയൻസിന് മാത്രമല്ല, കുറച്ചൊരു ആനീസ് ടച്ചും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ചൊരു ചേരുവകൾക്കും വ്യത്യാസം ഉണ്ട്. എന്നാൽ എഴുതിക്കോ. ഇനി എന്നാന്ന് വെച്ചാൽ കൺഫ്യൂഷൻ വേണ്ട. ഇത് ചെയ്യാൻ പോകുന്ന എത്രയായാലും ഞാൻ വെളിച്ചെണ്ണ വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൊത്തി അരിഞ്ഞതാന്നു. സവാള നീളത്തിലരിയ. പിന്നെ വേണ്ടത് ഇതിനകത്തുള്ള സ്പൈസസാ. മഞ്ഞപ്പൊടി വേണം, മല്ലിപ്പൊടി വേണം, ജീരകപ്പൊടി വേണം, ഉലുവാപ്പൊടി വേണം, റെഡ് ചില്ലി ഫ്ലേക്സ്, കുരുമുളക് പൊടിയല്ല, കുരുമുളക് ചതച്ചത്, മുളക് പൊടി. പിന്നെ അതിനകത്ത് ഇടാനുള്ളത് കുറച്ച് ക്യാപ്സിക്കം, ടൊമാറ്റോ. പുളിയായിട്ട് ടൊമാറ്റോ മാത്രമേ ഉള്ളൂ. കുടംപുളി വാളംപുളി അങ്ങനത്തെ ഒന്നും സാധനമില്ല. അതിന് പകരം ചേർക്കാൻ പോകുന്നത് കുറച്ച് നാരങ്ങ നീരാണ്. ഇവിടെ മേടിച്ചേക്കുന്നത് ഞാൻ നെമ്മീനാന്നു. പക്ഷേ നമുക്കിത് ഏത് മീനേലും ചെയ്യാം. നത്തോലിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയാൻ മേലേ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ്. പിന്നെ വേണ്ടിയത് കട്ടി തേങ്ങാപ്പാൽ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ചട്ടിക്കകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം. മീൻകറിയോ എല്ലാം വെക്കുമ്പോൾ ചട്ടി ആയിട്ടൊന്നല്ലേ. ഇതിനകത്തോട്ട് കടുകില്ല, വറ്റൽമുളകില്ല, അങ്ങനത്തെ ഒന്നുമില്ല. നമ്മുടെ മീൻ ഇടുമ്പോൾ ഇതിനകത്തോട്ട് ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂണോളം ഇഞ്ചി. നിറച്ചാണേ ഇതിടണ്ടേ. പിന്നെ വേണ്ടിയത് പച്ചമുളകാന്നു. എരിവ് എന്ന് പറയുന്നത് ഇതിനകത്ത് 3 തരമുണ്ട്. ഒന്ന് പച്ചമുളക്, ഒന്ന് കുരുമുളക്, പിന്നെ 4 തരം. ഒന്ന് പച്ചമുളക്, കുരുമുളക്, പിന്നെ ഉള്ളത് നമ്മുടെ മുളക് പൊടിയുണ്ട്, പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ്. ഇത് കണക്കാക്കി വേണം ഈ എരിവ് ഓരോന്നും ചേർക്കാനേ. ഇതൊരു 2 ടീസ്പൂൺ ഞാൻ നിറച്ചിടുക പച്ചമുളക്. അത് കഴിഞ്ഞ് വെച്ച് ഇത് നല്ലതായിട്ടൊന്ന് വാടണം. അതായത് ഞാൻ എപ്പോഴും പറയുന്ന കൂട്ട് തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് മൂക്കണവേ. ഇത് മൂത്തോണ്ടിരിക്കുമ്പോൾ ഉള്ള മണത്തിനാണ് ഞാൻ പ്രത്യേകം പറയുന്നത് കുറച്ച് കറിവേപ്പില ഇട്ടോളൂ. ഇനിയിപ്പോൾ ഈ സൈഡിൽ കറിവേപ്പില ഇരിപ്പുണ്ട്, അതൊന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ അങ്ങിടും. ഇനി ഇത്
ഇച്ചിരി മൂത്ത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് സവാള, എത്രയും വേണ്ട. നമ്മൾ മീനിനൊക്കെ ആണെങ്കിലും ഒരുപാട് സവാള ഇട്ട് കഴിഞ്ഞാൽ ആ മീനിന് തന്നെ ഒരു മധുരം വരും. അതുകൊണ്ട് ഒത്തിരി ഇടണ്ട. ഇതിപ്പോൾ ഒരു മുഴുത്ത സവാള കിട്ടിയപ്പോൾ ഞാൻ ആ സ്പീഡിൽ അങ്ങ് അരിഞ്ഞതേ ഉള്ളൂ. ഈ പകുതിയായിട്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചേച്ച് ഞാൻ അങ്ങ് അരിഞ്ഞതേ ഉള്ളൂ. ഇതിനി ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും, കളയുവേ. ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഇട്ടേക്കുന്ന ഈ ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് നല്ലതായിട്ട് ബ്രൗൺ ആവണം. മല്ലയിലുണ്ടല്ലോ മധുരം വരും. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ അതിനൊരു ഇച്ചിരി നേരം ഒന്ന് വഴന്നോട്ടെ. ഉള്ളി ഒരു ശകലമല്ല, ഒരു ഓൾമോസ്റ്റ് ഒന്ന് നമ്മൾ ഇട്ട ഉള്ളിയുടെ ആ വലുപ്പത്തിനല്ല, കുറച്ചുകൂടി ഒന്ന് വാടി കഴിയുമ്പോൾ അത് കുറച്ചൊന്ന് ചുരുങ്ങുവേ. ആ പരുവത്തിന് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കേണ്ട പൊടിയെല്ലാം ചേർക്കണം. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ നിറച്ചിട്ടു, പിന്നെ വേണ്ടിയത് കുറച്ച് ജീരകപ്പൊടി, ഉലുവാപ്പൊടി ഒരു നുള്ളിട്ടേച്ചാൽ മതി, പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, എരിവ് കണക്കാക്കിക്കോണം. കുരുമുളക് പക്ഷേ ഇപ്പം ഇടുകയില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ വെച്ച് എടുത്തു. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ടൊന്ന് പൊടി മൂത്തേച്ച് നമുക്ക് എണ്ണ തെളിഞ്ഞ് 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 വരണം. അതാണ് ഇതിൻ്റെ പരുവം. ഈ പൊടി ചട്ടി കിടന്ന് മൂക്കുന്നതുകൊണ്ട് അതിൻ്റെ പരുവം ഞാൻ പറയാതെ തന്നെ അറിയാം. ഇതിന് ഞാൻ മൂക്കുന്നതിന് ആ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കരുത്. ആ പൊടി നല്ലതായിട്ടൊന്ന് മൂക്കണം. മൂത്താൽ മാത്രമേ നമുക്ക് ആ പച്ചച്ചൊവ മാറത്തുള്ളൂ. ഞാനേ കറിവേപ്പില ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ പോന്നേ. പക്ഷേ ഇതിനകത്ത് എന്നാന്നറിയോ ഞാൻ വേഗം കറിവേപ്പില ഇട്ടത്? നോക്കിക്കേ, എൻ്റെ ചട്ടിക്കകത്തോട് തന്നെ നോക്കി ആ എണ്ണ അങ്ങോട്ട് നല്ലോണം തെളിഞ്ഞേച്ച് അതിങ്ങനെ തുളുമ്പുക. എന്നാന്ന് വെച്ചാൽ എന്നെ മീനിടൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്നാലും ഒരു ഇച്ചിരി ഒരു എണ്ണ തെളിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് 2 കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഒന്ന് എന്നാന്ന് വെച്ചാൽ കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരെണ്ണം മുഴുവൻ ഇടാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ഇതളായിട്ട് നമ്മളിങ്ങനെ കീറിയെടുക്കുമല്ലേ ഈ വലുപ്പത്തിന്, അങ്ങനെ കീറിയെടുത്തേച്ചിട്ടേച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ടൊമാറ്റോയും കൂടെ. പുളി എന്ന് പറയുന്നത് ഇനി വീഴുന്നത് നാരങ്ങാ നീര് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് നമ്മൾ തക്കാളി ചേർത്തോണേ. ഈ തക്കാളി കുറച്ച് വഴന്ന് ആ തക്കാളിനകത്തോട്ട് അങ്ങ് ഒരുപാട് ചേരണ്ട, എന്നാൽ ഇച്ചിരി ചേരുകയും വേണം. ആ കണക്കിനാണ് നമ്മളിപ്പം ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാതെ ഇനി തക്കാളി അങ്ങോട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് അത് അങ്ങ് ആ മീൻകറിയായിട്ട് അങ്ങ് ചേരുവല്ലേ. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്, എന്നാൽ തക്കാളി കാണണം മീൻകറിക്കകത്ത്. നമ്മൾ ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞോട്ട് മാങ്ങയും മുരിങ്ങയൊക്കെ അല്ലേ ഇട്ടെ. ഇപ്രാവശ്യം നമ്മൾ ഇടുന്നത് ക്യാപ്സിക്കോ അതിന് പകരം. പിന്നെ ജീരകവും ഉലുവയും പൊടി തന്നെ ഇടണമെന്നില്ല. ജീരകമായിട്ടുണ്ടെങ്കിൽ ആദ്യം എണ്ണ ഒഴിച്ച് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റ് വരെ അതിന് തൊട്ട് മുമ്പായിട്ട് ജീരകവും ഇട്ട് ഉലുവായിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ബാക്കി വഴറ്റിയെടുത്താൽ മതി. അതല്ല പൊടിച്ചതായിരിക്കുന്നെങ്കിൽ ഈ പൊടിയുടെ കൂട്ടത്തിൽ അങ്ങ് ചേർത്തേച്ചാൽ മതി. ഇപ്പോൾ ടൊമാറ്റോ ഒരു 1/2 ഭാഗത്തിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/2 പാത്രം തേങ്ങാപ്പാലേ ഒഴിക്കത്തുള്ളൂ. ബാക്കി എന്നാ ചെയ്യുമെന്നറിയാം, അറിയാലോ, വെള്ളം ഒഴിക്കും.
ഇതിനകത്ത് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ പുളിക്ക് പകരമാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കുറച്ച് നാരങ്ങാ നീര്. അത് 1 ടേബിൾ സ്പൂൺ വേണോ 3/4 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. എന്നാണെന്നറിയോ, ചിലപ്പോൾ എങ്ങാനും പുളി മുന്നിട്ട് വന്നു പോയാൽ പിന്നെ നമ്മൾ അരപ്പുണ്ടാക്കണം. മെനക്കെട്ട ഏർപ്പാടിനൊന്നും പോവാതിരിക്കുന്ന ഏറ്റവും നല്ലത് ആദ്യമേ അതിനനുസരിച്ച് അങ്ങ് ഒഴിച്ചാൽ മതിയല്ലോ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ്. ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ സമയത്താണ് നമ്മൾ നമ്മുടെ കുരുമുളക് ഇട്ടില്ലല്ലോ, എത്രയാണെന്നറിയോ, ആ ചതച്ച് വെച്ചേക്കുന്ന 2ആയിട്ട് പൊളന്ന് കിടക്കുന്ന കുരുമുളക് ഒരു 5-6 മണി മാത്രം ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. ചിലർക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമാണ്, അത് കണക്കാക്കി അന്നേലും അങ്ങനെ ചേർക്കാവേ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന പോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ട രുചി എന്നതാണോ അത് കണക്കാക്കി നമ്മൾ ഏത് കറിയും വെക്കാവുള്ളേ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന കൂട്ട് ഒരുപാട് വെള്ളം ഒഴിക്കുകയില്ല. നമ്മുടെ മീൻ വെന്ത് മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയേച്ച് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, പിന്നെ അങ്ങ് സിമ്മാക്കി ഇട്ടിട്ട് ആ ഉള്ള അരപ്പ് മീനയിലെല്ലാം പിടിച്ചു കഴിയുമ്പം ബാക്കി തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പം എനിക്ക് വേണ്ട ഗ്രേവി മതിയാവും. പിന്നെ കപ്പയ്ക്കൊക്കെ ആണെന്നുവെങ്കിൽ നമ്മളൊരു ഇച്ചിരിയും കൂടെ നീട്ടുന്നതുകൊണ്ട് തരക്കേടൊന്നുമില്ല. ഒരു നേരത്തേക്കൊക്കെ ആണെന്ന് ചെയ്യുവാണെങ്കിൽ ഇത്രയൊക്കെ ധാരാളം മതിയാവേ. ഇനി ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മീൻ ഇടുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണേ, എനിക്ക് ഒരുപാട് ഇട്ട് തിളപ്പിച്ച് ആ മീനിൻ്റെ ഇത് പോവും. അതുകൊണ്ടാണ് സാധാരണ അമ്മമാരൊക്കെ പറയുന്നത് എന്നാന്നോ, മീനിൻ്റെ അരപ്പ് അങ്ങോട്ട് തിളച്ചേച്ചേ മീനിടാവുള്ളത്. ഇനിയിപ്പോൾ എന്നായാലും ഇത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചുള്ളൂ. ഇതിൽ കിടന്ന് ഒന്ന് തിളച്ച് വേവട്ടെ. ഇനിയിപ്പോൾ അഥവാ നമ്മുടെ ഒരു എന്നാ പറയുക, നാരങ്ങാ നീര് പെട്ടെന്ന് നിന്ന് ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ നാരങ്ങ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ഓപ്ഷണൽ എന്ന് പറയുന്നത് ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇട്ടാൽ മതിയേ. മറ്റേ പിഴിപുളിയാന്നേൽ ചേരുവേല, ഇതുമായിട്ട് കുടംപുളിയാണ് ഇതിന് യോജിച്ചത്. അരപ്പ് അങ്ങോട്ട് നല്ലതായിട്ട് തിളച്ചതിന് ശേഷമേ മീൻ ഇടാവുള്ളൂ എന്ന് പറയും. എന്നുവെച്ചാൽ മീൻ ഇട്ടേച്ച് ധാരാളം കറിവേപ്പില ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അരപ്പ് തിളയ്ക്കുന്നതിന് മുമ്പ് ഞാൻ മീനും ഇട്ടു. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ അമ്മമാർ പറയുന്നതൊക്കെ അനുസരിക്കണം. എന്നാണെന്നറിയോ, മീൻ ഇട്ടേച്ച് നിറച്ച് കറിവേപ്പില ഇടണമെന്നുള്ളതെങ്കിലും ഞാൻ അനുസരിക്കണം. അതുകൊണ്ട് ഇതിന് കണക്ക് നോക്കിയേക്കല്ല, കറിവേപ്പില ഇടുന്തോറും അതിന് നല്ല മണമാണ് മീൻകറിക്ക്. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറെ ഒരു പണിയുമില്ല. ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ച് ആ മീനേൽ ആ അരപ്പെല്ലാം പിടിക്കണം. ഈ സമയത്ത് നോക്കിയോ, ഉപ്പോ പുളിയോ എന്നതേലും കുറവാന്നേൽ പച്ചയ്ക്ക് മാത്രം നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കരുത്. എന്നാ ചെയ്യണം, ഒന്ന് മൂപ്പിച്ചേച്ച് ഇതിനകത്തോട്ട് ചേർത്തേച്ചാൽ മതി. ഇതിനിപ്പം ഞാൻ ഈ സന്ധ്യ സമയത്ത് എന്നതാണേലും കൊടുക്കാൻ പോകുന്ന ചോറോ അങ്ങനത്തെ ഒന്നുമല്ല. ഇത് ഞാൻ നല്ല കപ്പയില്ലേ, കപ്പ പുഴുങ്ങിയേച്ച് തേങ്ങ ഇട്ട് കടുവറക്കുകയില്ലേ, അതും ഇതും കൂടെ കഴിക്കുവാന്നേലും ഒരു നല്ല ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് ഇപ്പം വേറെ എന്നാ വേണം അല്ലേ. എന്തായാലും ഞാൻ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മീൻ തിളയ്ക്കാനൊരു സമയം വേണം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. അതുകൊണ്ട് മുളക് പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് സൂക്ഷിച്ചോണം. ആ മുളക് പൊടിയൊക്കെ മൂക്കുമ്പോൾ ഉണ്ടാവുമ്പോഴും ആ കളർ ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ ആ മൂക്കുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ചോണം. സന്ധ്യ സമയം ആയതുകൊണ്ട് നമുക്ക് ചോറ് വേണ്ട. ഈ സമയത്ത് ഞാൻ നമ്മളെ കപ്പ കടുവറുത്തെടുക്കുകയല്ലേ, തേങ്ങ ഒക്കെ ഇട്ടേച്ച്, അത് നല്ലൊരു ടേസ്റ്റ് ആയതിൻ്റെ കൂടെ പിന്നെ നല്ല ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്നാ വേണം അല്ലേ. സന്ധ്യ നേരത്തൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പോട്ടെ, ഒരു 5:30 മണിക്ക് ഇച്ചിരി നേരത്തെ കഴിച്ചോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, നാളെ ആയാലും കഴിക്കാമല്ലോ. ഇനി നമ്മുടെ ഇവിടെ ഗസ്റ്റിൻ്റെ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഇതുവരെ നമ്മുടെ ആനീസ് കിച്ചണിൽ വന്നതെല്ലാം നല്ല കലാരംഗത്തുള്ള ആൾക്കാരായിരുന്നു. ഇന്ന് ഞാൻ പറയാം, ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ പറ്റി പറയുവാണെങ്കിൽ തന്നെ എല്ലാ ജില്ലകളിലുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്താണ്. ശരിക്കും അത് മെയിനായിട്ട് കോർപ്പറേഷനിലാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇതിനു മുന്നേ നമ്മുടെ മേയർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ
ഇന്നിവിടെ നമ്മുടെ ഗസ്റ്റായിട്ട് വരാൻ പോകുന്ന ഒരു വീട്ടമ്മ കൂടിയാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പം നമുക്കായാലും നമ്മുടെ ആനീസ് കിച്ചണിൽ എനിക്കായാലും എൻ്റെ പ്രേക്ഷകർക്കാണെങ്കിലും എല്ലാ കാര്യങ്ങൾ ചോദിക്കാനും ഒരു സ്വാതന്ത്ര്യമില്ലേ. പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ്, ഒരു വീട്ടമ്മയാണ്, ഒരു വീട്ടമ്മയുടെ പ്രയാസങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്ന ഒരു ആളും കൂടിയാണ്. അപ്പം നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ആരാ വരുന്നതെന്നുള്ളത് ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. വേറെ ആരുമല്ല, ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ ആണ് ഇന്ന് നമ്മുടെ ഇവിടെ വരാൻ പോകുന്നത്. ചേച്ചിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കും. അത് പറഞ്ഞ ഉടനെ തന്നെ ചേച്ചി ഇങ്ങ് എത്തിയേ. നമസ്തേ. നമസ്തേ ചേച്ചി, അതോട്ട് വന്നോളൂ. ധൈര്യമായിട്ട് എൻ്റെ അടുക്കളയിലേക്ക് വരാം. ഇതാരായി കുഞ്ഞി വന്നേ? നമസ്തേ ഉണ്ട് കേട്ടോ. അത് ഹലോ, പേരെന്നാ മോളുടെ? വൈഗ. വൈഗ, നല്ല പേര്. അതാ ഒരു നദിയുടെ പേരല്ലേ വൈഗ ചേച്ചി? അത് നോക്കി വെച്ചിട്ടാന്നോ? ഓ, എന്നാ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് സ്കൂളിലാ? ഹോളി ഏഞ്ചൽസ്. വെരി ഗുഡ്. ഞാനും ഹോളി ഏഞ്ചൽസ് പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഹോളി ഏഞ്ചൽസ് പ്രോഡക്റ്റിന് പിള്ളേരെ കാണുമ്പോൾ ഒരു പ്രൗഡാണ്. ഹോളി ഏഞ്ചൽസ് ചേർത്തെ ഹോളി ഏഞ്ചൽസ് നന്തൻകോട് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പാഷനായിരുന്നു. ഹോളി ഏഞ്ചൽസിലൊന്ന് അന്ന് ഞങ്ങളൊക്കെ കോട്ടണിൽ പഠിക്കുമ്പോൾ അവിടുത്തെ യൂണിഫോം ഒക്കെ കണ്ടിട്ടൊരു അട്രാക്ഷൻ ഒന്നേ ഉണ്ട്. എൻ്റെ മനസ്സിലെ ആഗ്രഹം തൽക്കാലം അദ്ദേഹം പഠിക്കട്ടെ. നല്ലതാ ചേച്ചി. ഞാൻ ബാക്കി സ്കൂളിലെ കുറ്റം പറയുന്നൊന്നല്ല, പക്ഷെ ഞാൻ അതിലെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഒരു സന്തോഷം. മോൾ അവിടെ പഠിക്കുന്നതെന്നും കൂടെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അത് ഹോളി ഏഞ്ചൽസ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് തോന്നാം. കോട്ടണിലെ ഞാൻ കുറച്ച് പറഞ്ഞതേ ഏറ്റവും ഇഷ്ടമുള്ള സ്കൂളും എന്നെ ഞാനാക്കിയ സ്കൂളുമാണ്. പക്ഷെ നമ്മൾക്ക് അന്ന് ചെറിയ ചെറിയ മോഹങ്ങൾ നമ്മുടെ ചെറുപ്പത്തിലുണ്ടാവും. അത് നമ്മൾ പലപ്പോഴും സാക്ഷാത്കരിക്കുന്നത് നമ്മുടെ മക്കളിലൂടെയാണ്. ആ ഒരു മോഹം മാത്രം ആണ്. അതായത് നമ്മുടെ സ്കൂള് ഇപ്പോൾ നിങ്ങൾക്കറിയാം പൊതുവിദ്യാഭ്യാസ യജ്ഞമൊക്കെ തുടങ്ങി കോട്ടണിൽ പോലുള്ള ഗവൺമെന്റ് സ്കൂളുകൾ ഏറ്റവും അധികം മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപക്ഷെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലുള്ള പലരും പഠിച്ചത് ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെയാണ്. സത്യമാ ചേച്ചി, ആ പറഞ്ഞ ഒത്തിരി സത്യമാ. ഇപ്പൊ തന്നെ ചേച്ചി ഒരു പക്ക വീട്ടമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറയുകയും ചെയ്തല്ലോ. കാര്യം എന്താ പറയുക, ഇപ്പൊ ഏതൊരു അമ്മയുടെ മനസ്സാണ് അത്. ഒരു അമ്മയിൽ കൂടുതൽ സാധിക്കാത്തത് മക്കളിൽ കൂടി സാധിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ ഒരു അമ്മയാ വർക്ക് ചെയ്തത്. ശരിക്കും ഇതിനകത്തൊരു ഡെപ്യൂട്ടി മേയറിനെ ഞാൻ കാണുന്നേ ഇല്ല. പിന്നെ ചേച്ചി, എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇപ്പൊ ചേച്ചീനെ എനിക്ക് ശരിക്കും അറിയാവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഏട്ടൻ്റെ അനിയന്റെ വൈഫ് മിനി കൃഷ്ണകുമാറിന്റെ നല്ലൊരു ഫ്രണ്ടാണ് ചേച്ചി. ആ വഴിയാന്ന് ഞാൻ ചേച്ചി അറിയുന്നത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ചേച്ചിയോട് എനിക്ക് നല്ലൊരു ഫ്രീഡം ചേച്ചി തന്നിട്ടുണ്ട്. എന്നാ ചോദ്യം വേണേലും ചേച്ചിയോട് ചോദിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നാന്നറിയോ ചേച്ചി, എനിക്കെന്നല്ല എൻ്റെ പ്രേക്ഷകരായ ഒരുപാട് വീട്ടമ്മമാർക്ക് ഒത്തിരി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. അവർക്ക് ആ സംശയങ്ങളൊന്ന് ചേച്ചി മാറ്റി തരണം. തീർച്ചയായിട്ടും എനിക്കറിയാവുന്നതെല്ലാം ഞാൻ മാറ്റി. അത് മതി, ചേച്ചിക്ക് അറിയാവുന്നതേ ഞാൻ ചോദിക്കത്തുള്ളൂ. എനിക്ക് അത് മാത്രം മാറ്റി തന്നാ മതി. ഭയങ്കര കൺഫ്യൂഷനാ ചേച്ചി. അതെന്നറിയോ, ഈ അയൽപക്കക്കാരെല്ലാം കൂടെ കൂടുമ്പത്തേനുണ്ടല്ലോ ഇങ്ങനെ എന്നതേലും ഒക്കെ ഇങ്ങനെ ചോദിക്കും. അതെന്നാ ഇന്നാന്ന് ഞാൻ എല്ലാം കേട്ടേച്ചു വാ, എനിക്കൊന്നും അറിയാൻ മേല, ഇതൊരു പരിഹാരം ഇല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചേച്ചി വരുന്നുണ്ട്, അന്നേരം ഞാൻ ചോദിച്ചെല്ലാം പറയാം, നിങ്ങൾ കേട്ടോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇവരൊക്കെ പറഞ്ഞു തന്ന കുറെ ചോദ്യമുണ്ടേ, അത് ഞാൻ ചേച്ചിയോട് ചോദിക്കും. വരുന്നവരോടൊക്കെ ഇല്ലേ ചേച്ചി, ഭക്ഷണം ഇപ്പൊ തരൂല എന്ന് ഞാൻ പറയും. പക്ഷെ ഇപ്പൊ ഞാൻ ചേച്ചിക്ക് എന്താ അറിയോ, ചായ തരാൻ പോവാ. ചായയുടെ ചൂട് പോയാ കൊള്ളുകയല്ല കുടിക്കാനായിട്ട്. കുഞ്ഞുമാവയ്ക്ക് ബിസ്ക്കറ്റ് തരാം കേട്ടോ, ചായയിൽ മുക്കി കഴിക്കാൻ ഇഷ്ടല്ലേ? ഓക്കെ ചേച്ചി, ചായ കുടിച്ചോണേ. ഞാനിങ്ങനെ കലവല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, ചേച്ചി അത് മൈൻഡ് ചെയ്യരുത്. പക്ഷെ ഞാൻ ചോദിക്കുന്നതിന് ഒരു ഇച്ചിരി ചോദ്യങ്ങളുടെ ഉത്തരം മാത്രം തന്നാൽ മതി. ചേച്ചി, ആദ്യം എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്താ അറിയോ, കേൾക്കുന്ന വിചാരിക്കും ഇവളെന്തും ചോദിക്കും. പക്ഷെ എന്നാലും ചേച്ചി എനിക്കറിയേണ്ട അറിയോ, ഒരു മേയറിൻ്റെയും ഒരു ഡെപ്യൂട്ടി മേയറിൻ്റെയും ഡ്യൂട്ടീസ് എന്തൊക്കെയൊന്ന് പറഞ്ഞു തരുമോ? നമ്മുടെ കോർപ്പറേഷൻ 100 വാർഡുകളാണുള്ളത്. 100 വാർഡുകളായി തിരിച്ചെടുത്ത് നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ജനങ്ങൾ സമീപിക്കുന്ന നഗരസഭയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഇതിനിടയ്ക്ക് ഒരു വീട് വയ്ക്കാൻ വന്നു, അതിന് നമ്മൾ പെർമിറ്റ് എടുക്കണം. നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ വന്നു, അതിന് നമ്മൾ ലൈസൻസ് എടുക്കണം. നമ്മൾ ഒരു പ്രൊഫഷനാണെങ്കിൽ പ്രൊഫഷൻ പിന്നെ അതിന് നമ്മൾ ടാക്സ് പേ ചെയ്യണം, പ്രൊഫഷൻ ടാക്സ് പേ ചെയ്യണം. അങ്ങനെ തുടക്കം മുതൽ നമ്മളൊരു വീടുമായി, ഇപ്പം നമ്മുടെ പരിസരത്ത് ഒരു പ്രശ്നം വന്നു ഹെൽത്തുമായി ബന്ധപ്പെട്ട്, കോർപ്പറേഷൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെടണം. അത്തരത്തിൽ ഒരു ആളുടെ ജനനം മുതൽ വിവാഹം വന്നു, മാരേജ് രജിസ്റ്റർ ചെയ്യണം,
വീണ്ടും കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിൻ്റെ എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ്. അതെ, ഒരു ബർത്ത് തൊട്ട് ഡെത്ത് വരെയുള്ള എല്ലാ വിഷയങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ബന്ധപ്പെടുന്ന ഒരു ഓഫീസാണ് കോർപ്പറേഷൻ. മേയർക്ക് ഇതിൻ്റെ ഫുൾ അഡ്മിനിസ്ട്രേഷനാണ്. മേയർ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉദ്യോഗസ്ഥരെ നയിക്കുന്നത് ഉൾപ്പെടെ ഇത്രയും അധികം സോണൽ ഓഫീസുകളുണ്ട്, മെയിൻ ഓഫീസുണ്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥർ. അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രധാന വികസന പദ്ധതികൾ തീരുമാനിക്കുന്ന ഉൾപ്പെടെ മേയർക്കുണ്ട്. ഒരു ഡെപ്യൂട്ടി മേയർ എന്നുള്ള രീതിയിൽ ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ്. അതായത് നമ്മുടെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റ് തയ്യാറാക്കലും അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പണവിനിയോഗം നടത്തണം എന്ന് തീരുമാനിക്കുന്ന പുതിയ വികസന കാര്യങ്ങളുടെ ഫണ്ട് മാറ്റിവെക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ. മേയറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി മേയറുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കുറച്ചൊരു കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ ചേച്ചി പറഞ്ഞു ഒരാളുടെ ജനനം തൊട്ട് മരണം വരെ വേണ്ട വെയർഅബൌട്ട്സ് കംപ്ലീറ്റ് ആൾക്ക് കോർപ്പറേഷനായിട്ട് ബന്ധപ്പെടണം. ചേച്ചി അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമുക്ക് ഒരു 1.5 സെന്റ് തറയുള്ള ഒരാൾക്കും അല്ലെങ്കിൽ ഒരു 5 സെന്റ് അല്ലെ 10 സെന്റ് 25 സെന്റ് പല രീതിയിലുണ്ടല്ലോ. ഇപ്പൊ ഈ 1.5 സെന്റ് തറയുള്ള ഒരാൾ വീട് വെക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ചില എല്ലാ കാര്യങ്ങളും ചിലപ്പം ഒത്തുതരാൻ പറ്റിയില്ല എന്നിരിക്കും, ചിലപ്പോൾ ലിമിറ്റേഷൻസ് കാണും. അങ്ങനെ ഒരു വ്യക്തി അയാൾക്ക് വേറെ നിവൃത്തിയില്ല, വേറെ ഹെൽപ്പ് ഒന്നുമില്ല. പിന്നെ ചിലപ്പോൾ കോർപ്പറേഷൻ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും, ചിലപ്പോൾ അയാൾക്ക് അതെല്ലാം എത്തിപ്പറ്റിയെന്ന് ഇരിക്കത്തില്ല. ചെറിയ ചെറിയ അളവുകൾ ചെയ്തിട്ട് അയാൾക്ക് ആ വീട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റി ആക്ട്, കേരള മുനിസിപ്പാലിറ്റി ആക്ടിനകത്ത് തന്നെ 3 സെൻസിന് താഴെയുള്ള പ്ലോട്ടുകളിൽ ധാരാളം ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരാൾ എന്തായാലും അധികൃതമായ ഒരു വീട് വെക്കണമെങ്കിൽ പെർമിറ്റ് എടുത്തിരിക്കണം. പെർമിറ്റ് എടുക്കുമ്പം സ്വാഭാവികമായി നമ്മൾ വെക്കുന്ന വീടിൻ്റെ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോർപ്പറേഷനിൽ സബ്മിറ്റ് ചെയ്ത് അതിന് പെർമിറ്റ് അനുവദിച്ചിട്ട് അതനുസരിച്ചാണ് നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇത് ഏതായാലും ഒരു ഡിസൈനറോ ആരെങ്കിലും ആണല്ലോ ഒരു പ്ലാൻ വരയ്ക്കേണ്ട ആൾ. അപ്പോൾ അവർക്ക് ഈ നിയമങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്, അവരത് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ സ്ഥലങ്ങളുടെ ചില വിട്ടുവീഴ്ചകൾ അത് അവിടുത്തെ ബിൽഡിംഗ് ചെക്ക് ചെയ്യാൻ പോകുന്ന ഇൻസ്പെക്ടർ ഉൾപ്പെടെ ഉള്ളവർ മനസ്സ് കൊണ്ട് ചിലപ്പോൾ ചില ഇളവുകളൊക്കെ ചെയ്യാറുണ്ട്. അത് മാനുഷിക പരിഗണന. ഇപ്പോൾ എൻ്റെ മുന്നിലൊരു വിഷയം വന്നാൽ ഇത്തരം 1.5 സെൻറ്റിലോ 2 സെൻറ്റിലോ ഒരു വിഷയം നിയമം അവിടെ നിൽക്കുമ്പോഴും നമ്മൾ നിയമം അനുശാസിക്കേണ്ടവരാണ് എങ്കിൽ പോലും ചിലപ്പോൾ അവൻ്റെ ഒരു ചെറിയ ഒരു പാരപ്പെട്ടിങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു, അതിനൊക്കെ ഒരു ചെറിയ ഇളവ് കൊടുക്കണം എന്നുള്ളത് നമ്മളൊന്ന് പറയാറുണ്ട്. അത് ശരിയല്ല എന്നെങ്കിൽ അറിയാൻ പോലും ഇതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അവൻ്റെ ഒരു വീട് എന്നുള്ളത്. അതും തീരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഈ 1.5 സെൻറ്റിനകത്തൊരു വീട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയ അറിവുകേട് കൊണ്ട് ചിലപ്പോൾ സംഭവിക്കാം. ചിലപ്പോൾ വെച്ച് വരുമ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചെറുതാണ്, അങ്ങനെയൊക്കെ ഉള്ളതിന് ഇളവ് കൊടുക്കാം. അത് എല്ലാം ഒരു പരിഗണനയുടെ ഭാഗമാണ്, അല്ല നിയമാനുസൃതമായിരിക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നിയമം കുറച്ചൊക്കെ നമ്മൾ കണ്ണടയ്ക്കുന്നു എന്നുള്ളത് ചില കാര്യങ്ങൾ അടയ്ക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. ബിൽഡേഴ്സിന്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ വലിയ കൺസ്ട്രക്ഷന്റെ കാര്യത്തിലല്ല ഈ പറഞ്ഞത്, സാധാരണക്കാരന്റെ വിഷയങ്ങൾ ചെറിയ കാര്യങ്ങളിൽ കണ്ണടയ്ക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ ചേച്ചി, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചു നോക്കാം. അപ്പൊ ചേച്ചി ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോഴും പണ്ടൊക്കെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിറ്റി എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ആയിരുന്നു. ബ്യൂട്ടിഫുൾ സിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ക്ലൈമറ്റ് ആയാലും അവിടെ എന്താ പറയുക ഗാർഡൻ വെച്ചിരിക്കുന്നൊക്കെ ആണെങ്കിലും ആ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കമ്പാരിറ്റീവ്ലി ഇച്ചിരി കുറവാണെങ്കിൽ പോലും നമ്മുടെ മൊത്തത്തിലൊരു സംസാരം എന്നാണെന്നറിയാമോ, ഒരു സിറ്റിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ ബേസ് ചെയ്ത് ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ സിറ്റിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മുടെ സിറ്റിയുടെ മെയിൻ എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ പോലും ഇഷ്ടംപോലെ ഫ്ലെക്സും ഇഷ്ടംപോലെ പോസ്റ്റേഴ്സും ഒത്തിരി ഇങ്ങനെ നിരന്നിട്ടുണ്ട്, നിയമം ഉണ്ടായിട്ട് പോലും. ഇതെന്താ ചേച്ചി? ഫ്ലെക്സ് നിരോധിച്ചതാണ്, പക്ഷേ രാഷ്ട്രീയ സംഘടനകളുടെ അതിപ്രസരം നമുക്കറിയാം. ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ്, മറ്റുള്ളവരും രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ വരുമ്പോൾ ഒരാളെ എടുക്കാൻ പോകുമ്പോൾ അടുത്ത ആൾക്ക് പ്രശ്നമുണ്ടാവും, അല്ലെങ്കിൽ അത് പൊതുവെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഫ്ലെക്സ് ഇപ്പം നമ്മുടെ കവടിയാർ തൊട്ട് ഈസ്റ്റ് ഫോർട്ട് വരെയുള്ള പ്രധാന ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും വെള്ളയമ്പലം ആ ഭാഗങ്ങളിലെല്ലാം നിരോധിച്ചതാണ്. എങ്കിൽ പോലും പലപ്പോഴും വരുന്നുണ്ട്. കോർപ്പറേഷൻ സമയബന്ധിതമായി എന്നും മാറ്റുന്നില്ലെങ്കിൽ പോലും ഒരു മാസത്തിനിടയ്ക്കൊക്കെ ഇത്തരത്തിൽ അതിപ്രസരം കാണുമ്പോൾ നമ്മൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നേരിട്ട് പോയി അത് മാറ്റാറുണ്ട്. പക്ഷേ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുള്ള യാഥാർത്ഥ്യം. പക്ഷെ ഞാൻ പറഞ്ഞ ഇതിനകത്ത് രാഷ്ട്രീയം നോക്കണം എന്നല്ല, നമ്മുടെ ആ നിയമം വന്ന സ്ഥിതിക്ക് നമ്മളത് പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്തമില്ലേ? നമ്മൾ ആ മാതൃക നമ്മളായിട്ട് തന്നെ കാണിച്ചു കൊടുക്കണ്ടേ? എന്നിട്ടും നമ്മുടെ സൗന്ദര്യം കാണുന്നില്ല. മിക്കതും
ഇത് തന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ ഇതിനൊക്കെ ചേച്ചിയും അങ്ങനത്തെ ആൾക്കാരും ഒക്കെ മുന്നിട്ടിറങ്ങിയ ചേച്ചി ഞങ്ങൾ നാട്ടുകാർ മൊത്തം ഉണ്ട് കൂടെ, അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല. ഇവരൊക്കെ എന്നോട് ചോദിച്ചു ഇതൊക്കെ ഇങ്ങനെ നിയമം വന്നല്ലേ പിന്നെന്താ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയാൻ മേല, ചേച്ചി പറയട്ടെ അതിനുള്ള ഉത്തരം. അല്ല, കുറെയൊക്കെ മാറ്റുന്നുണ്ട്. എന്നും ആനി പറ്റുന്നില്ലെങ്കിൽ പോലും ഒരു മാസത്തിലൊരിക്കൊക്കെ നമ്മൾ അതിന് പ്രത്യേകം ഫണ്ട് പൂർണ്ണമായി മാറ്റാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ സ്ക്വാഡ് നമുക്കില്ല. പിന്നെ നമ്മൾ ഇതിന് കുറേ ഫയൽ വർക്ക് ചെയ്തിട്ടാണ് ഒരാൾ മാറ്റാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. സാധാരണ നമ്മുടെ ഈ സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറയുന്ന ആ വാക്ക് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഈ പെട്ടെന്ന് മാറ്റാൻ പറ്റാതെ, എന്നാലും മാറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതെല്ലാം തന്നെ നിയമപരമായി ഇപ്പം നമ്മുടെ ഹോർഡിങ്സ് ഉൾപ്പെടെയുള്ളത് അവിടെ അഡ്വർടൈസ്മെൻറ്റ് ടാക്സ് തന്നിട്ട് വെക്കാവൂ എന്നുള്ളതാണ്. കാരണം ഇവർ നേരത്തെ എമൗണ്ട് പേ ചെയ്ത് അത് കോർപ്പറേഷൻ സീലോട് കൂടി വെക്കാവൂ എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ഉള്ളതിന് ഇടയ്ക്ക് ചെക്കിങ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമല്ല എന്ന് എനിക്കും അറിയാം. അതേപോലെ ചേച്ചി ഇപ്പൊ സ്ത്രീകൾക്ക് ഇപ്പൊ ഞാൻ മെയിനായിട്ട് വിമനെ കോൺസെൻട്രേറ്റ് ചെയ്താ പറയുന്നത്. ഇപ്പൊ സ്ത്രീ സൗഹൃദ നഗരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി ആവുന്നുണ്ടെന്ന് കേട്ടു, പിന്നെ കണ്ടില്ല. ഈ വർഷത്തെ ബഡ്ജറ്റിൽ നമ്മൾ സ്ത്രീ സുരക്ഷ റോഡായി പ്രഖ്യാപിക്കാൻ ഈസ്റ്റ് ഫോർട്ട് തൊട്ട് കേശവാസപുരം വരെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പോലീസുമായി ടൈപ്പായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ക്യാമറ ഉൾപ്പെടെ ഉള്ളത് വെച്ച് നന്നായി ലൈറ്റിംഗ് കൊടുത്ത്, കാരണം ഏറ്റവും അധികം പ്രശ്നം നമുക്കറിയാം ഇരുട്ടുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും അധികം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെല്ലാം പരിഹാരം കണ്ടെത്തി ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കും, ഈ വർഷം നടപ്പിലാക്കും. ഓക്കെ ചേച്ചി, അതേപോലെ ഒരു പ്രശ്നമുണ്ട്. ചേച്ചിയും നേരിടുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ചേച്ചി ഇപ്പൊ കടയിൽ പോയി ഒരു പലവ്യഞ്ജനം മേടിക്കുവാണെങ്കിൽ ചേച്ചിക്ക് ആ പലവ്യഞ്ജനം എന്നാത്തിലാണ് പൊതിഞ്ഞിരുന്നത്? പേപ്പറിലാണോ? ഞാനിപ്പോ വാങ്ങുമ്പോ പ്ലാസ്റ്റിക് കവർ വാങ്ങാറില്ല. ഇല്ല ചേച്ചി, പക്ഷെ ഞങ്ങളൊക്കെ ചെല്ലുമ്പോഴുണ്ടല്ലോ ഞങ്ങൾക്ക് ആ പ്ലാസ്റ്റിക് കവറിൽ തന്നെയാ പൊതിഞ്ഞിരുന്നത്, പേപ്പറിൽ പൊതിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ഒരു ഒരു പ്രൊവിഷൻ സ്റ്റോറിൽ ചെന്ന് നിങ്ങൾ പ്ലാസ്റ്റിക് നിരോധിക്കൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്യാരി ബാഗ് നിരോധിച്ചെന്നിരിക്കും, പക്ഷെ ഈ പലവ്യഞ്ജനം മുഴുവൻ ഇരിക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ തന്നെയാണ്. അത് പോകുന്നില്ല. അപ്പൊ പിന്നെ അതിനെ ഞങ്ങൾ ഇനി എന്നാ എടുക്കും? ഇപ്പം നമ്മുടെ കുടുംബശ്രീയുടെ ആൾക്കാർ വന്ന് എടുത്തോണ്ടിരുന്നു, പക്ഷെ അത് നിന്നു. ഇപ്പൊ ഇത് കത്തിക്കാനും പാടില്ല, എന്നാ എടുക്കും? ഇപ്പോൾ കോർപ്പറേഷൻ ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ മാത്രം നിരോധിച്ച. നമുക്കറിയാം ഇപ്പോഴത്തെ ഈ നമ്മുടെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഇവിടെ വരുന്ന എല്ലാ പ്രോഡക്ട്സും നമ്മളിപ്പോൾ അറിയാം പ്ലാസ്റ്റിക് കവറുകളിൽ തന്നെയാണ്. പണ്ട് നമ്മൾ കടകളിൽ പോയിരുന്ന പേപ്പറിൽ പൊതിഞ്ഞ് വാങ്ങിക്കുന്ന സംവിധാനമല്ല. കാരണം ഇവിടെ എല്ലാം സൂപ്പർ മാർക്കറ്റുകളായി, മാർക്കറ്റുകളിലെല്ലാം സാധനം സംഭരിച്ചിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ക്യാരി. അത് നമുക്ക് നിരോധിക്കാൻ താൽക്കാലികമായി നമുക്ക് പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് അതിന് നൂലാമാലകളുണ്ട്. ഇപ്പോൾ ഇവ നമുക്കറിയാം, ഈവൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് പോലും വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിനകത്താണ്. നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ അതെല്ലാം അതിൻ്റെ ഇതിനകത്ത് തന്നെ. അപ്പോൾ അത് കേന്ദ്രമായി അതിന് ഗവൺമെൻറ് നിയമം കൊണ്ടുവരണം. കേന്ദ്ര ഗവൺമെൻറ് തന്നെ നിയമം കൊണ്ടുവന്ന് അത് നടപ്പിലാക്കുന്ന മുറയ്ക്ക് നമുക്കത് വരും. പക്ഷേ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്, അതായത് നമ്മൾ കൊണ്ട് ആദ്യം അത് നിരോധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തുടക്കമാണ്. കാരണം ഭാവിയിൽ കുഞ്ഞുങ്ങളുടെ നമ്മുടെ നല്ലൊരു സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രകൃതി സംരക്ഷണം എൻവയോൺമെൻറ്റും കൂടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത് ചെയ്തത്. കാരണം ആരോഗ്യ മേഖലയും നന്നായി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ബാധിച്ചു എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം ഫസ്റ്റ് എന്നുള്ള രീതിയിൽ വേറെ ഒരു കോർപ്പറേഷനും ഇപ്പോൾ കേരളത്തിൽ ചെയ്തിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് പൂർണ്ണമായും നിരോധിച്ചത്. അപ്പം അതുകൊണ്ട് കഴിവതും തന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നാട്ടുകാർ, നമ്മുടെ പ്രിയമുള്ള ജനങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ക്യാരി ബാഗ് വേണ്ട എന്ന് പറയാൻ ഉള്ളൊരു ആർജവം ഉണ്ടായാൽ ആദ്യം അതിന് നമുക്കൊരു പരിഹാരം. അതെ, തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു ചേച്ചി പറയുന്ന ഓരോ വാക്കും, എൻ്റെ പ്രേക്ഷകരും കേൾക്കുന്നുണ്ട്. അത് ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ അനുസരിക്കും, അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല ചേച്ചി. അതേപോലെ ഒരു കാര്യം, പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പം നമ്മുടെ പാർവതി പുത്തനാർ എന്ന് പറയുന്ന ആറ് ഭയങ്കരമായിട്ട് മലിനീകരിച്ച് കിടക്കുകയാണ്. അതിൻ്റെ എൻഡിങ് ശരിക്കും പറഞ്ഞാൽ ശംഖുമുഖത്താന്നു. അത് കടലിൽ ചെന്ന് കയറുമ്പോൾ ചേച്ചി തന്നെ കണ്ടിട്ടുണ്ടാവും, അവിടെ ഫുൾ പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിനെ ഒന്ന് അടിയന്തരമായിട്ടൊന്ന് വൃത്തിയാക്കാൻ സാധിക്കില്ലേ ചേച്ചി? കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള പ്രോജക്റ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് 50 ലക്ഷം രൂപ ഫണ്ട് മാറ്റിയിട്ടുണ്ട്. അത് വെച്ച് ഉടനെ തന്നെ അതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ നടന്നു വരുന്നതായി എനിക്കറിയാം. ചെയ്യും. പാർവതി പുത്തനാരും മാമേഴഞ്ചാന്തോടും എല്ലാം തിരുവനന്തപുരം നഗരത്തിൽ വൃത്തിയാക്കേണ്ട ഭാഗങ്ങൾ തന്നെയാണ്. ഇത്രയും വലിയ വർത്തമാനമൊക്കെ പറയുമ്പോൾ ഇയാൾ ഇങ്ങനെ നോക്കിയിരിക്കുക അല്ലേ? എന്നതാണോ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അമ്മ എന്നൊക്കെയാ പറയുന്നതെന്നല്ലേ? അന്നാ മക്കൾ ചായ കുടിക്കാൻ ഞാനാ? അമ്മ വീട്ടിൽ എപ്പോഴും കാണാറുണ്ടോ? അമ്മ ബിസിയാ അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, അമ്മ എന്നൊക്കെ ജോലിയാ ചെയ്തെന്നറിയോ? വീട് മാത്രല്ല, ഈ നാട് മൊത്തം നോക്കണം. ഇതേപോലെ അനുസരണം കേട്ട കുറെ പിള്ളേർ ചുറ്റുമുണ്ട്, ഒന്നും പറഞ്ഞാൽ കേൾക്കുകയില്ല.
അപ്പൊ പിന്നെ അമ്മയ്ക്ക് അവരെ തല്ലി തല്ലി ശരിയാക്കണ്ടേ അല്ലേ? അമ്മ ഇങ്ങനെ ഓടി നടക്കുക. ആരാ മോളുടെ കൂടെ ആരാ ഉള്ള? അമ്മുമ്മയോ? അമ്മുമ്മ എല്ലാം നോക്കുവോ മോളുടെ കാര്യങ്ങള്? രാവിലെ സ്കൂളിൽ പറഞ്ഞു വിടുന്നതും ഒക്കെ അമ്മയാണോ അമ്മുമ്മയാണോ? രാവിലെ അമ്മ കൊണ്ടുവിടും, അമ്മ കൊണ്ടുവിടും, വൈകുന്നേരം അമ്മ വിളിച്ചു. ഓ മക്കളെ എന്തൊക്കെ ഹോബീസ് ഉണ്ട് മോക്ക്? ഡ്രോ ചെയ്യോ? പിന്നെ എന്തൊക്കെ ചെയ്യും? പാട്ട് പാടുവോ? പാടും. പിന്നെ എന്തൊക്കെ ചെയ്യും? ഡാൻസ് ചെയ്യോ? ഡാൻസ് പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന പാട്ട്, ഒരു കുഞ്ഞു പാട്ട് പാടാം നമുക്ക്. കൊച്ചിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിയേ. മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ, നെറുകിൽ തൊട്ടു തലോടി കഥകൾ പാടിയുറക്കാൻ, വരുമോ ചാരേ നിന്നച്ഛൻ, പുതുകനവാൽ മഷി എഴുതി മിഴികളിലാദ്യം, ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി, കുഞ്ഞി ചുണ്ടിൽ പൊന്നും തേനും തന്നോ മമ്മൂട്ടി, പിച്ച പിച്ച വെക്കാൻ കൂടെ വന്നോ കൈനീട്ടി, മിനുങ്ങും മിന്ന മിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സ്കൂളിൽ പാട്ട് മത്സരത്തിനൊക്കെ പോവാറുണ്ടോ? എല്ലാ ആക്ടിവിറ്റീസിനും ചേരുവോ മോള്? ആന്നാ? സ്കൂളിൽ ഇഷ്ടപ്പെട്ട ടീച്ചറിന്റെ പേരെന്നാ? റെനി ടീച്ചർ. റെനി ടീച്ചർ. ടീച്ചർ ക്ലാസ് ടീച്ചറാ? ഏത് സബ്ജക്റ്റാ എടുക്കുന്നത്? സയൻസ്. ഓ അപ്പൊ സയൻസിന് ഫസ്റ്റ് വാങ്ങിക്കണേ. ഓക്കെ. ചേച്ചി ഈ മോടെ കാര്യവും മോടെ പഠിപ്പിന്റെ കാര്യവും എല്ലാം നോക്കണം, വീട്ടുകാര്യങ്ങൾ നോക്കണം, അതേപോലെ നാട്ടിലുള്ള ഞങ്ങളെ പോലെ കുറെ ആൾക്കാരെ നന്നാക്കാൻ ഇറങ്ങണം. ഇതിനൊക്കെ എപ്പോഴാ ചേച്ചി നേരം കിട്ടുന്നത്? വീട്ടിൽ കുറെ അമ്മയുള്ളത് കൊണ്ട് എനിക്ക് വലിയ സഹായമാണ്. കാരണം മുത്തശ്ശിമാര് കുറച്ച് കാര്യമായിട്ട് നോക്കുമല്ലോ. പിന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അമ്മയാണ് കുറെ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഞാൻ അവസാന നിമിഷം ഒരു ക്രാഷ് കോഴ്സിലാണ് കയറാറുള്ളത്. പിന്നെ ബാക്കി രാവിലെയൊക്കെ കൊണ്ടുവിടുന്ന കാര്യത്തിലും ഡ്രസ്സ് ചെയ്യിച്ച് അതെല്ലാം ചെയ്യുന്ന കാര്യത്തിലും. പിന്നെ ഈ പറഞ്ഞ കണക്ക് അത്യാവശ്യം ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് ഞാനിപ്പോൾ മിക്കവാറും കയറാറുള്ളൂ അടുക്കളയിൽ. അല്ലെങ്കിൽ അതിനുള്ള സമയം, കാരണം ഈ ഫോണാണ് ഏറ്റവും അധികം. ഒരു നിമിഷം അത് അടങ്ങിയിരിക്കുന്ന സാധനമേ അല്ല. ഓഫ് ചെയ്ത് വെച്ചാൽ പരാതിയും പരിഭവം വീണ്ടും വരും, ഫോൺ എടുക്കുന്നില്ല എന്ന്. അതുകൊണ്ട് ഏത് സമയം നമുക്ക് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം കൂടുതൽ ഫോൺ കോൾസ് ആണ് വരുന്നത്. അപ്പം അതുകൊണ്ട് അടുക്കള കാര്യങ്ങൾ കൂടുതൽ ഇപ്പം ഇടപെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ ഗസ്റ്റ് ഒക്കെ വന്നാൽ ഞാൻ തന്നെ ആയിരിക്കും മിക്കവാറും കയറുന്നത്. ചേച്ചി ശരിക്കും ചേച്ചി ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് ഫോഴ്സ് ആയിട്ട് പ്രഷറാണ്. ചേച്ചി റിലാക്സേഷൻ എന്നാ എടുക്കും? അല്ല, ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ എല്ലാ ജോലിയും ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത്യാവശ്യം അതിനകത്ത് ഒരു സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ഈ പറഞ്ഞ ഡെപ്യൂട്ടി മേയർഷിപ്പിലാണെങ്കിൽ പോലും നമ്മൾ അതിനകത്തും അതിൻ്റെതായ റിലീഫിലാണ് പോകുന്നത്. അല്ലാതെ എല്ലാം കൂടെ ടെൻസ്ഡായ എല്ലാ പ്രശ്നമുണ്ട് കൂടെ നമ്മളെ ബാധിക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെയില്ല. എല്ലാത്തിലും അതിൻ്റെതായ ഒരു സമയത്ത് അങ്ങ് പോയിക്കോളും. അതാണ്. അതേ കൂടെ ചേച്ചി ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പൊ അതും ചേച്ചി കേസസ് എടുക്കാറുണ്ടോ? ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആളാണ്. കാരണം എൻ്റെ ഏണിംഗ് എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ പ്രൊഫഷൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം കോടതികളിൽ കയറാറുണ്ട്. ജൂനിയേഴ്സ് ഒക്കെ ഓഫീസിലുള്ളത് കൊണ്ട് അത് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പൊ കേസസ് ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമില്ല. എന്നാലും ചേച്ചി ആ ഒരു പ്രൊഫഷൻ ആണെങ്കിൽ കളയാറ്, അത് മാറ്റി നിർത്താറില്ല. ഇത് ഞാൻ ഡെപ്യൂട്ടി മേയർ ആയതുകൊണ്ട് എനിക്ക് അത് നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചെയ്യില്ല. പക്ഷെ നമുക്ക് പണ്ടത്തെ പോലെ സ്ട്രെയിൻ എടുത്ത് അല്ലെങ്കിൽ അത് കൂടുതൽ സമയം വിനിയോഗിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അതല്ലാതെ തന്നെ വിസ്തരിക്കാൻ കയറാറുണ്ട്, ഹിയറിംഗ് പറയാനും എല്ലാം ചെയ്യാറുണ്ട്. ഓ അത് ശരി, എല്ലാം ഉണ്ട് ചേച്ചി. ഓൾ ഇൻ ഓളാ, മോശമല്ല കേട്ടോ ചേച്ചി. അപ്പൊ ശരിക്കും അപ്പൊ ചേച്ചി പൊളിറ്റിക്സിലേക്ക് വന്നത് എങ്ങനെയാ? അത് ഞാൻ ചെറുപ്പം മുതലേ ഞാനൊരു രാഷ്ട്രീയക്കാരിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ബേസിക്കലി ഞാൻ ജനിച്ചത് പത്തനംതിട്ട, കുറേ കാലം വളർന്നത് കൊല്ലം. അതിനുശേഷം 5th സ്റ്റാൻഡേർഡ് തൊട്ടാണ് കോട്ടണൽ സ്കൂളിൽ ഇവിടെ വന്ന് പഠിച്ചു തുടങ്ങി. ആ സമയം തൊട്ട് തന്നെ, കാരണം ഞങ്ങളുടെ ഫാമിലിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബമാണ്, കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. അപ്പോൾ അങ്ങനെ അമ്മാവനും അമ്മായിയും ഉൾപ്പെടെയുള്ളവർ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അമ്മ നന്നായി സജീവ പ്രവർത്തകയാണ്. ഇപ്പോഴും ഒന്ന് ഇറക്കി വിട്ടാൽ നമുക്ക് സന്തോഷമാണ് പ്രവർത്തിക്കാൻ. അത്തരത്തിലുള്ളത് കൊണ്ട് ഞാൻ ആദ്യമേ തൊട്ട് ചെറുപ്പത്തിലേ ഇവിടെ സ്കൂളിൽ വന്ന് ചേർന്നപ്പോൾ തൊട്ട് നമ്മുടെ വഴുതക്കാട് ബൈ ഇലക്ഷൻ തൊട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയതാണ്. അങ്ങനെ അന്ന് തൊട്ട് രാഷ്ട്രീയത്തിലുണ്ട്. ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷനിൽ മെമ്പറായി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് യൂത്ത് ഫെഡറേഷൻ ചെയ്തു. ഇപ്പം IALൻ്റെ അഭിഭാഷക സംഘടനയിലുണ്ട്.
അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെറുപ്പത്തിലേ തുടങ്ങിയതാണ്. ഓ അത് ശരി. അപ്പൊ ചേച്ചി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടല്ലോ എന്നതേലും ഒരാളെ എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കും നമുക്ക് എൻകറേജ്മെന്റ് വരുന്നത്. ഐ മീൻ ഒരാൾ ഇപ്പൊ അമ്മ ചേച്ചി ഭയങ്കര സജീവമാണെന്ന് പറഞ്ഞു, എല്ലാവരും അമ്മാവൻ. അപ്പൊ ചേച്ചിക്കായിട്ട് തോന്നിയത് ഇവരെല്ലാം ഇങ്ങനെ സോഷ്യൽ വർക്ക്സ് ചെയ്യുന്നത് കണ്ടിട്ടാണോ ചേച്ചിക്ക് ആ പ്രചോദനം ഉണ്ടായത്, അതോ സെൽഫായിട്ട് ഇനി ഞാനും ഇവർക്ക് വേണ്ടി ഇന്നതൊക്കെ ചെയ്യേണ്ടി ഉണ്ടെന്ന് തോന്നിയിട്ടാണ്? അല്ല, രണ്ടുമുണ്ട്. ബേസിക്കലി ഞാൻ പറയാം, നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ, നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം നമ്മളെ നന്നായിട്ട് ബാധിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ അതിന് നന്നായിട്ട് ഇതാവും. അപ്പം അങ്ങനെ ജീവിത സാഹചര്യങ്ങളിൽ വന്നപ്പോഴത്തെ ആദ്യം മുതൽ ഒരു രാഷ്ട്രീയത്തിൽ ബന്ധമുള്ളൊരു ഫാമിലി ഞാൻ കാണുന്നതാണ്. ഇലക്ഷൻ വർക്കുകളും അതോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ, ഒരു പിന്നെ അന്ന് അമ്മാവനമ്മയൊക്കെ നമ്മുടെ A2C ആയി ബന്ധപ്പെട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലേ പോവുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നാളെ എൻ്റെ മകളെ ഇത് സ്വാധീനിക്കുമായിരിക്കും. പിന്നെ ഒരു സമൂഹത്തിന് ഒരുപാട് സേവനം ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ഏതാണേലും രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ചേച്ചി സമരത്തിനൊക്കെ പോയിട്ടുണ്ട് ചെറുപ്പത്തിലേ? ഇപ്പോഴും പോവും, അന്നും പോവും. ഓ, അപ്പോൾ ഒരു വിമൻ എന്ന നിലയ്ക്ക് ചേച്ചിക്ക് അങ്ങനെ പേടിയില്ല? തല്ലുകൊള്ളുവെന്നോ അല്ല പോലീസ് തല്ലുവെന്നോ ഒക്കെ ഉള്ള പേടിയില്ലേ? ഇല്ല, പോലീസ് തല്ലുമെന്നുള്ള പേടിയില്ല. മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ മുതലേ ഈ സംഘടനാ പ്രവർത്തനം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സമരമുഖത്ത് നിൽക്കുന്നതിൽ പേടിയൊന്നും തോന്നിയിട്ടില്ല. അയ്യോ, ഞാനൊക്കെ ആയിരുന്നു എന്നെ ഓടിയേനെ, അവിടുന്ന് കാണുമ്പോഴേ തിരിഞ്ഞ് ഓടിയേനെ, ആ ഒരവസ്ഥയാ. ഇപ്പൊ നമ്മുടെ എല്ലാ മക്കളും പഠിക്കുന്നവരെ, എല്ലാവരും കാറിൽ പോകണമെന്നില്ല, എല്ലാവരും ഓട്ടോയിൽ പോകണമെന്നില്ല, നടന്നു പോകുന്ന കുട്ടികളും ഉണ്ട്. നമുക്ക് നമ്മുടെ നഗരത്തിൽ ഏറ്റവും നമ്മൾ കൂടുതൽ ഫേസ് ചെയ്യുന്നതാണ്, അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കള്ളനെ പേടിയില്ല, അല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്ന് പേടിയില്ല, ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു പട്ടിയാണ്. ഇല്ലേ ചേച്ചി? ഒരു പട്ടിയല്ല, പട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഉണ്ട്. ഓരോ അസോസിയേഷനിൽ തന്നെ എത്രയോ സാധനങ്ങളുണ്ട്. ഇത് നമ്മൾ വീട്ടമ്മ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ മക്കളെ സ്കൂളിൽ പഠിക്കാൻ വിടുമ്പോഴോ അല്ലെങ്കിൽ ട്യൂഷന് വിടുമ്പോഴോ ആദ്യം മൂത്താണ് വീടിനകത്തിരിക്കുന്നത്, കുഞ്ഞ് സേഫായിട്ട് എത്തുന്നിടം വരെ. ഇതെപ്പോൾ കടിക്കുമെന്നോ എങ്ങനെ കടിക്കുന്നോ ഒന്നുമില്ല. കോർപ്പറേഷൻ ഇതിനു വേണ്ടി ഒന്നും ചെയ്യുന്നുമില്ല. പിന്നെ ആണെങ്കിൽ ഇതിനെ കൊല്ലാനും പാടില്ല എന്ന് നിയമമുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം? കോർപ്പറേഷൻ പട്ടി അടിച്ചു കൊല്ലാൻ പറ്റത്തില്ലെന്ന് നിയമമുള്ളതെന്ന് തന്നെ അനി പറഞ്ഞു. നിയമം ഇല്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്ന അതിന് ABC ആനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുക. അത് കോർപ്പറേഷൻ ഇപ്പോഴും നടത്തുന്നുണ്ട്, എന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെയും വരുന്നുണ്ട് എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം എത്ര ബർത്ത് കൺട്രോൾ ചെയ്താലും ഇപ്പം അതിൻ്റെ എണ്ണം കുറയുന്നില്ല. എന്ന് വെച്ചാൽ വന്ധീകരണം സക്സസ് അല്ലെന്നല്ല പറഞ്ഞത്, പിന്നെയും നായ്ക്കൾ പല ഭാഗത്തുനിന്നും കാണുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം പുല്ലുവിളയിൽ ആ സംഭവം വലിയൊരു വിഷയമായത്. പക്ഷെ നഗരത്തിൽ അങ്ങനെ ഒരു വിഷയമില്ല. ഒരുപാട് പട്ടികളുണ്ട് എന്ന് പറയുന്നെങ്കിൽ പോലും അക്രമകാരികളായ പട്ടികൾ, ഇതിൻ്റെ ഒരു സ്വഭാവം പഠിച്ച കുറേ പേരെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിന് നമുക്ക് പൂർണ്ണമായും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന മാർഗം ഈ നമ്മുടെ നിലവിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ആനിമൽ ബർത്ത് കൺട്രോളേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഏത് കാണുന്ന മൃഗത്തെയും അല്ലെങ്കിൽ ഏത് കാണുന്ന നായയും പിടിച്ചുകൊണ്ട് പോയി കൊല്ലാനുള്ള ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിലില്ല, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അത് അനുവദിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു 10 എണ്ണം വീതമെങ്കിലും ദിവസവും നമ്മൾ ആനിമൽ ബർത്ത് കൺട്രോൾ ABC പ്രോസസ്സിന് വിധേയമാക്കുന്നുണ്ട്. അതാണിപ്പോൾ കോർപ്പറേഷന് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഗരം ഫേസ് ചെയ്യുന്നത് ഈ പട്ടിയുടെയും പ്ലാസ്റ്റിക് മാലിന്യവുമാണ്. ഇത് രണ്ടും ഞങ്ങൾ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. എല്ലായിടത്തും ഇത് കുമിഞ്ഞു കൂടി കിടക്കുക, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ആരെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് പോവുക, ഇതേ നടക്കുന്നുള്ളൂ. ഇത് രണ്ടും നമ്മുടെ സിറ്റിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അങ്ങനല്ല, ഒന്ന് കമ്പാരിറ്റീവ്ലി മറ്റ് സിറ്റിയെക്കാളും നന്നായി നടക്കുന്നുണ്ട്, ഒത്തിരി മെച്ചമാണ്. പക്ഷെ ഞാൻ അതിന് സ്പെഷ്യൽ ക്രെഡിറ്റ് നമ്മുടെ കോർപ്പറേഷന് കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിനകത്ത് പൊങ്കാല വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൊങ്കാല നടന്നെന്നുള്ളത് നമ്മുടെ ആരും അറിയില്ല. അത്ര അൾട്രാ ക്ലിയർ ആണ് നമ്മുടെ സിറ്റി. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കോർപ്പറേഷന് ഇത് ഇത്രയും പ്ലാസ്റ്റിക് നിറഞ്ഞു കിടന്നിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. ക്ലീൻ ചെയ്യുന്നില്ലെന്നല്ല അനി. നമുക്കിപ്പോൾ നിലവിൽ വിളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് ഒരു വലിയ പ്ലാന്റാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. 2013 അത് അടച്ചു. അത് അന്നുണ്ടായിരുന്ന ഭരണ സംവിധാനത്തിൻ്റെ 2 പേരുടെയും ടഗ് ഓഫ് വാറിൻ്റെ ഭാഗമായും അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചതിൻ്റെ ഭാഗമായി വിളപ്പിൽ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പ്രതികരിച്ചതിൻ്റെയൊക്കെ ഭാഗമായി അത് അടച്ചുപൂട്ടിയപ്പോൾ നിലവിൽ നമ്മുടെ ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ല. ഇപ്പം നമ്മുടെ കോർപ്പറേഷൻ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പറഞ്ഞത് അത് ഉറവിട മാലിന്യ സംസ്കരണമാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. അതിൻ്റെ ഭാഗമായി അന്ന് ധാരാളം പൈപ്പ് കമ്പോസ്റ്റുകൾ കൊടുത്തിരുന്നു, ബയോഗ്യാസ് പ്ലാന്റുകളുണ്ട്. ഇപ്പോൾ അത് കിച്ചൺ ബിൻ എന്നുള്ള നല്ലൊരു നൂതന സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നുമല്ലാതെ കോർപ്പറേഷൻ തന്നെ എയറോബിക് ബിന്നുകൾ വെക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ നമ്മൾ മാലിന്യം സംസ്കരിക്കുന്നു. അപ്പം കമ്പാരിറ്റീവ്ലി ഒരു കേന്ദ്രീകൃത പ്ലാന്റ് ഇല്ലാഞ്ഞിട്ട് പോലും നഗരം ശുചിയായി സൂക്ഷിക്കുന്നുണ്ട്.
എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമുക്ക് പുറകോട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് ഇത് കൊണ്ടിടാൻ, ഇപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ കെട്ടിയിടുന്ന സാധനങ്ങൾ ഇത് വേർതിരിച്ചല്ല വരുന്നത്. നമ്മൾ വെറുതെ പ്ലാസ്റ്റിക് അല്ലാതെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് ചിലപ്പം ഭക്ഷണ സാധനങ്ങൾ റോഡിൽ വലിച്ചെറിഞ്ഞാൽ പോലും പ്രശ്നമില്ല. കാരണം നമുക്കറിയാം സ്കാവഞ്ചേഴ്സ് നമ്മൾ പറയുന്ന കാക്കകളും അതും മറ്റ് പട്ടിയും അതെല്ലാം വന്ന് കഴിച്ച് അതങ്ങ് പോവും. പക്ഷേ അങ്ങനെ ഒരു സംവിധാനമല്ല. നമ്മൾ പ്ലാസ്റ്റിക് കവർ കെട്ടി വളരെ ഭദ്രമായി നല്ല പാക്ക് ചെയ്താണ് കൊണ്ടിടുന്നത്. ഇത് ഒരു കാലത്ത് നശിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് കൊണ്ട് കളയാൻ നമുക്ക് വേറൊരു സംവിധാനമോ സ്ഥലമോ ഇല്ല. ഇപ്പം ഞാൻ വഴുതക്കാട് വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ്. വഴുതക്കാടിൻ്റെ ഒരു വേസ്റ്റ് ജഗതി ഭാഗത്തോട്ട് കൊണ്ടുപോകാൻ അവിടെയുള്ള ജനങ്ങൾ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എന്നിട്ട് പോലും ഇത്രയധികം നേരം നമുക്ക് ശുചിയായി സൂക്ഷിക്കാൻ പറ്റുന്നത് ഈ ഉറവിട മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ലെങ്കിൽ ഉറവിട മാലിന്യ സംസ്കരണം നമുക്ക് നന്നായി ഒരു 75% നടപ്പിലാക്കാൻ പറ്റിയതുകൊണ്ടാണ്. ചേച്ചി മറ്റേ ഈ നാപ്കിൻസ് ഒക്കെ എന്നാ എടുക്കും? നാപ്കിൻ വൈൻഡിങ് മെഷീൻസ് ഏറ്റവും അധികം ഇപ്പോൾ കോർപ്പറേഷൻ 18-ാം തീയതി ഉദ്ഘാടനം വെച്ചിരിക്കുകയാണ്. പബ്ലിക് പ്ലേസുകളിൽ നമ്മൾ നാപ്കിൻ വൈൻഡിങ് മെഷീൻസ് ഇപ്പോൾ വെക്കുന്നുണ്ട്. അതായത് കംഫർട്ട് സ്റ്റേഷൻ അത് കണക്ക് നമ്മുടെ പബ്ലിക് സ്ഥലങ്ങളിൽ കംഫർട്ട് സ്റ്റേഷൻസും അതോടൊപ്പം നമ്മുടെ ടോയ്ലറ്റ് സംവിധാനം ഉള്ള സ്ഥലങ്ങളിൽ നാപ്കിൻ വൈൻഡിങ് മെഷീൻ വെക്കുന്നുണ്ട്. അതിപ്പോൾ സ്കൂളുകളിൽ വെച്ച് കഴിഞ്ഞു, കോളേജുകളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഏത് സ്കൂളുകളിലെല്ലാം നമ്മൾ കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി നെക്സ്റ്റ് ഘട്ടം എന്നുള്ള രീതിയിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വൈൻഡിങ് മെഷീൻ വെക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്തു തരാവുന്ന കാര്യമുള്ളൂ. അതൊക്കെ കോർപ്പറേഷൻ ചെയ്യും. അതൊക്കെ ശരിക്കും നല്ല കാര്യമാണ്. ചേച്ചി പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ന്യായങ്ങൾ ചേച്ചി പറഞ്ഞു തരുന്നുമുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇത് ഇപ്പം നമ്മൾ ഡോണ്ട് കെയർ ആയിട്ട് കഴിയും, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ നെക്സ്റ്റ് ജനറേഷനാണ് അത് അനുഭവിക്കാൻ പോകുന്നത്. അത് നമുക്ക് അമ്മമാർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. മോള് കുറെ നേരമായിട്ട് ബോറടിക്കുന്നുണ്ടല്ലേ, വലിയ വർത്താനമായി പറയുന്നല്ലേ മക്കളെ? ഇപ്പം എന്തോ പഠിക്കുന്ന മോൻ 12th ഏത്? +2 കമ്പ്യൂട്ടർ മാത്സ്. അവൻ അത്ലറ്റ് ആണ്. അവൻ നാഷണൽ വരെ പോയിട്ടുണ്ട്, സ്കൂൾ നവോദയയിൽ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം പടം വരയ്ക്കും. പുള്ളിക്ക് എന്നാ ആവാനൊക്കെ ഇഷ്ടം, അങ്ങനെ വല്ലതും ഉണ്ടോ? കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നാണ് പറയുന്നത്. നവോദയയിലാണ് പഠിച്ചിരുന്നത് 10th വരെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് കൊണ്ട് പുള്ളി തന്നെ ചോയ്സ് എടുത്ത് പറഞ്ഞു, ഓക്കെ, അങ്ങനെ വിട്ടതാണ്. ഓക്കെ. ചേച്ചി വർത്താനം പറയുമ്പോൾ പണ്ട് മുതലേ ഇങ്ങനെ സ്പീഡിലാന്ന് വർത്താനം പറയുന്നത്? അങ്ങനെ പറയാം, എനിക്ക് തോന്നുന്നു ഒരു എക്സ്പ്രസ് പോകുന്ന പോലെ പോകുന്നുണ്ട്. നല്ലൊരു പോക്കാ പോകുന്നത്. ചേട്ടൻ എന്നതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പതുക്കെ പറയുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ടോ? അതോ ചേച്ചി ആവേശം വരുമ്പോ നമ്മൾ രണ്ടുപേരും കൂടെ ഓക്കെ ആവും? കറക്റ്റാ, അലപ്പിനും ചിലപ്പിനും കറക്റ്റ് ആയിരിക്കും. പക്ഷെ അങ്ങനെ വർത്താനം പറയുന്ന ചേച്ചി ഏറ്റവും നല്ല അല്ലേ, അങ്ങനെ സ്പീഡിൽ പോകുന്നേ. പിന്നെ ഒരു കാര്യം, ചേച്ചിയുടെ ചേട്ടനെ പറ്റി ചോദിച്ചില്ല, ചേട്ടന്റെ കാര്യം വിശേഷങ്ങളും കൂടെ ഒന്ന് പറയും. പുള്ളി പ്ലാനിംഗ് ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്, ഇടുക്കിയിലോ. ഇപ്പൊ ഇടുക്കിയിലാണോ? ചേച്ചി വർത്താനം പറഞ്ഞ് സ്പീഡിൽ പറഞ്ഞു കഴിയുമ്പോഴാണ് തളർച്ച ഉണ്ടാവുന്നത്. ചേച്ചി ചായ തണുത്തു പോയി, ഞാൻ ചൂടാക്കി തരട്ടെ ചേച്ചി ചായ? എന്നാ ഞാൻ വെള്ളം മതി, എന്നാ ഞാൻ ഫുഡ് തരാം. എന്നാ വെച്ചാൽ കപ്പയും ഇതും കഴിച്ചിട്ട് ചൂട് ചായയും കുടിക്കുമ്പോ അല്ലേ ചേച്ചി അതിനുള്ള ടേസ്റ്റ് വരുന്നത്. അതാ എന്തായാലും ഞാൻ ഇത് വിളമ്പട്ടെ. മക്കൾക്ക് ഇത് വേണ്ടല്ലോ, കപ്പ കഴിക്കും അല്ലല്ലോ മക്കൾക്ക്. എന്റെ മീൻകറിയും കപ്പയൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ ചേച്ചിക്ക്? ചേച്ചി ഒരു കാര്യം കൂടെ ചോദിക്കണേ, നമ്മുടെ വളപ്പിൽശാല അവിടെ അമ്യൂസ്മെന്റ് പാർക്ക്, വിളപ്പിൽശാല അല്ലേ? ഓക്കെ. അത് പറയുമ്പോ തന്നെ നമ്മൾ ഈ മലയൊക്കെ കാണത്തില്ല എന്ന് പറഞ്ഞാല് ചവറിങ്ങനെ കുമ്പാരം കൂടി കിടക്കുന്ന കാണുന്നത്. അവിടെ അങ്ങനെ അമ്യൂസ്മെന്റ് പാർക്ക് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? അങ്ങനെ നമ്മളൊരു പ്രപ്പോസൽ ഈ വർഷത്തെ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം വ്യാവസായിക രംഗത്ത് നിൽക്കുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള പ്രമുഖരെ ആരെങ്കിലും ഒക്കെ വിളിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഒരു BOT വ്യവസ്ഥയിൽ നമുക്കത് കൊടുത്ത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക്. കാരണം കോർപ്പറേഷൻ കഴിഞ്ഞ ഭരണസമിതി തീരുമാനിച്ചതാണ് അങ്ങനെ ഒരു പ്രപ്പോസൽ. നിലവിലിപ്പം നമുക്ക് അവിടെ ഗ്രീൻ ട്രിബ്യൂണലായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ വേസ്റ്റൊക്കെ കാരണം അപ്പ് ആൻഡ് ഹിൽസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം അമ്യൂസ്മെൻറ്റ് പാർക്കിന് അങ്ങനെയുള്ള പ്രോപ്പർട്ടി തന്നെയാണ് വേണ്ടത്. അപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചതാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം മേയർ ഇട്ടിട്ടുണ്ട്. 3-4 പേരെ വിളിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ഐഡിയ. നല്ല കാര്യം. എന്നാന്നറിയാമോ ചേച്ചി, നമ്മളൊക്കെ കുഞ്ഞുനാളിലും പോലെ ആണെങ്കിലും പെട്ടെന്ന് ഈ ഒരു സ്ഥലത്തിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് സത്യം ഈ ഒരു ചവർ ഇങ്ങനെ കൂടി കിടക്കുന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പാർക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ഒരു ഇംപ്രഷനേ മാറും. അത് നല്ലൊരു സ്ഥലമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൂട്ടും കേട്ടോ. അത് പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്തിലാണ് ഇത് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. കാരണം ആ ഒരു
ഇത് മാറുമല്ലോ, കംപ്ലീറ്റ് ആ ഒരു സ്ക്രീനെ മാറിയിട്ട് നല്ലൊരു ഇംപ്രഷൻ ആയിരിക്കും ആ സ്ഥലത്തെ പറ്റി വരുന്നത്. കാരണം അവിടെ ഒരു 45 acres ഓഫ് പ്രോപ്പർട്ടിയാണ് കോർപ്പറേഷൻ ഉള്ളത്. 55 ഏക്കർ അധികം ഉണ്ടെന്ന് ആണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയൊരു ഏരിയ കോർപ്പറേഷനുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ മക്കളെയൊക്കെ ആണെങ്കിൽ തന്നെ നമ്മളൊരു എൻജോയ്മെൻറ്റ് വേണ്ടി കൊണ്ടുവന്ന് ഒന്നെങ്കിൽ എറണാകുളത്ത് കൊണ്ടുപോകണം, ശരിയാ, വീഗാലാൻഡിൽ പോകണം പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഇല്ല. ഏറ്റവും അധികം ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള പ്ലേസ് ആണ് ട്രിവാൻഡ്രം. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പം വിഴിഞ്ഞം വന്നുകൊണ്ട് അവിടെ ഒരു ഡെവലപ്മെന്റ് വരുന്നുണ്ട്. കഴക്കൂട്ടം ടെക്നോ പാർക്കുമായി ബേസ് ചെയ്തൊരു ഡെവലപ്മെന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ കോർപ്പറേഷൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് പ്രദേശമാണ്. അവിടെ ഡെവലപ്മെന്റ് ഇനി ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഒരു പ്രൊപ്പോസൽ സക്സസ് ആയി വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഡെവലപ്മെന്റ് ആ ഭാഗത്തുണ്ടാവും. പിന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങി ധാരാളം സ്ഥലങ്ങളുള്ളതുകൊണ്ട് ധാരാളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ ഉണ്ട്. അവരെയൊക്കെ തന്നെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിൽ എന്നുള്ളതാണ് അങ്ങനെ ഒരു ചിന്ത വന്നത്. ചേച്ചി എന്തായാലും ഈ ഒരു ഭരണകാലത്ത് ഇതെല്ലാം സാധിക്കട്ടെ, ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമാണ് ചേച്ചി. ചേച്ചി ഇനിയിപ്പം ഈ ഒരു ഇലക്ഷനൊക്കെ നിന്നൊന്ന് മത്സരിച്ച് കഴിയുമ്പം ഒരു മന്ത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് തരുമോ? ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്. അയ്യോ ചേച്ചിക്ക് ഞങ്ങൾക്കുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇപ്പം നിൽക്കുന്ന ഇതിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്നായി ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആയാലെന്തോ എന്നുള്ളതും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പം നിന്നുകൊണ്ട് നന്നായി ജനങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് വേണ്ടുന്ന ഉപകാരപ്രദമായ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ മേയറും ഒക്കെ ഉൾപ്പെടെയായി നിന്നുകൊണ്ട് നമ്മുടെ ഈ ഭരണസമിതിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ്. ഓക്കെ, ഞാൻ ഇനി 5 മിനിറ്റ് മിണ്ടായിരിക്കുകയാണ്. ചേച്ചി ആദ്യം ഒരു കഷ്ണമേ കഴിച്ചോളൂ, പിന്നെ എങ്ങനെയാ വാ നിർത്തിയാലല്ലേ കഴിക്കാൻ നോക്കത്തുള്ളൂ. ഞാൻ ഓർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചോദിക്കുവേ. അല്ലാന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് ഇവരോടൊക്കെ ചെല്ലുമ്പോൾ എന്താ ചോദ്യം ചോദിക്കാന്ന് എന്നോട് ചോദിക്കും. അതും ഇപ്പം ഞാൻ ഇടയിൽ കയറി ഇന്റർഫിയർ ചെയ്യുന്ന. ചേച്ചി ഇനി കുറച്ച് കഴിച്ചോ. പുറമോട്ടാണ്, ആളെ കണ്ടാലും അറിയാലോ. അതറിയാം. പിന്നെ ഭക്ഷണ കാര്യത്തിൽ അവള് വഴക്കുണ്ടാക്കി കഴിപ്പിക്കണം, അല്ലാതെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കഴിക്കുന്ന വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അതെന്തുവാന്ന് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ് കഴിക്കുന്ന സാധനം എന്തുവാ? അപ്പം ചൂടപ്പം ആണെങ്കിൽ ചൂട് വേണം എല്ലാത്തിലും. നല്ല കാര്യം മക്കളെ, അത് നല്ലൊരു കാര്യമാ. ആഹാരം എപ്പോൾ കഴിക്കുവാണെങ്കിൽ അത് നല്ല ചൂടോടെ കഴിക്കണം. വട ഉഴുന്നോടെ ആണെങ്കിൽ ചൂടോടാണെങ്കിൽ ഇഷ്ടം. ചേച്ചി അത് ഇപ്പൊ ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിൽ മുഴുവനും ഈ പറഞ്ഞ കൂട്ട് പനി കൊണ്ട് അങ്ങ് ബഹളവാ. ഈ പറഞ്ഞ കൂട്ട് ഒരു പനി വന്ന ഒരു ആശുപത്രി പോയാൽ കിടക്കാൻ ബെഡ് പോലും ഇല്ല, അതിന് മാത്രം പനി വന്നു. ഞാൻ പറയാൻ വന്നതല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മദ്യശാലയിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കൗണ്ടറുണ്ട്. ഇതുപോലെ നമ്മുടെ ആശുപത്രികളിൽ ഇതേപോലെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാർ കിടന്ന് പരന്ന് ഓടുകയില്ലായിരുന്നു കേട്ടോ. ചിലടത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ കാണുകയില്ല, ചിലടത്ത് ചെല്ലുമ്പോൾ നേഴ്സ് കാണുകയില്ല. പിന്നെ ബൈസ്റ്റാൻഡേഴ്സും പനി ഇല്ലാത്തവർക്കും പനി പിടിച്ച് അവരും വയ്യാതായി അടുത്ത ബെഡിൽ കിടക്കുന്ന ഒരവസ്ഥയാണ്. വെയിറ്റിംഗ് കൊണ്ടേ ചേച്ചി, അതെന്താ അങ്ങനെ ഒരു ലാഗ് വരുന്നത് അവിടെ? അല്ല, ഇപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ പുതിയ പദ്ധതി അനുസരിച്ച് 4 മിഷൻസ് ഉണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്ന ആർദ്രം എന്ന് പറയുന്ന പദ്ധതി ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെ ഉൾപ്പെടെ ഒരു കുടുംബ ഡോക്ടർ എന്നുള്ള രീതിയിൽ മാറ്റണം എന്നുള്ളതാണ്. അതായത് ആ ഒരു ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്, അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അതിൻ്റെ കാർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരു മിഷനാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ എനിക്ക് തോന്നുന്നു സർക്കാർ സംവിധാനമുള്ള ഹോസ്പിറ്റലുകൾ മുഴുവൻ അത്യാവശ്യം ഇപ്പം കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, എപ്പോഴും ആൾക്കാർ കൂടി വരുമ്പം ആവശ്യങ്ങൾ കൂടി വരും. അതിനനുസരിച്ച് നമ്മുടെ പിന്നെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടണം. അപ്പം നമ്മുടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, പല സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും OPയുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഹോസ്പിറ്റലുകളിൽ വരുന്നുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സും മറ്റു കാര്യങ്ങളും നോക്കുന്ന കോർപ്പറേഷനാണ്. ഞങ്ങൾ തന്നെ അതിന് വേണ്ടിയിട്ട് ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്, അതിനനുസരിച്ച് സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉൾപ്പെടെ ഇത്തരത്തിൽ ഇപ്പം ഒരു ക്രൗഡ് ഉണ്ട്. അത് പനിയുടെ ഒരു വിഷയമാണ്. പനിയും ഡെങ്കു മാത്രമല്ല, പൊതുവെ പനിയുണ്ട്. എല്ലാം ഉണ്ട്. എലിപ്പനി അത്ര അധികം റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയില്ല. ഡെങ്കു പനിയുണ്ട്, ഞാൻ ഉൾപ്പെടെ. ഭയങ്കര. അത് ശേഷം എനിക്ക് കൊതുവിനെ കാണുമ്പോ പേടിയാ. ഉള്ള കാര്യം പറയാലോ ചേച്ചി, ഒരു ചെറിയ കൊതു കടിച്ചാൽ മതി, മേല് മുഴുവൻ പോയി. മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരു പനി തന്നെയാണ് ഡെങ്കി ഫീവർ എന്ന് പറയുന്നത്. അതിനൊക്കെ ചെയ്യോ എനിക്കറിയാൻ മേല എന്നാ പറയണമെന്ന്.
ഈ നല്ലപ്പോഴെങ്ങാണ്ട് മറ്റേ കോർപ്പറേഷനിൽ നിന്ന് വരുന്ന ഒരു മറ്റേ കൊതുവിനെ നശിപ്പിക്കാൻ വരുന്ന ഒരു പുക വരുമല്ലോ, അത് വന്ന് നല്ലപ്പ പോകുന്നതേ കണ്ടിട്ടുള്ളൂ. മിക്കപ്പോഴും ഒന്ന് വന്നാൽ വലിയ ഉപകാരം. ഇതൊക്കെ ഞങ്ങളുടെ ഒരു കുഞ്ഞു 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 റിക്വസ്റ്റ് ആണ്. അത് മാത്രം ചേച്ചി ഞങ്ങൾക്കൊന്ന് ചെയ്തു തന്നാൽ മാത്രം മതി. ചേച്ചി ഞങ്ങളുടെ കൂടെ നിൽക്കുമെങ്കിൽ ഞങ്ങൾ എല്ലാ പെണ്ണുങ്ങളും, അതായത് വീട്ടമ്മമാരും എല്ലാം ചേച്ചിയുടെ ഫുൾ പിന്തുണയായിട്ട് ഞങ്ങൾ ബാക്കിലുണ്ട്. ഇപ്പൊ ചേച്ചി, എൻ്റെ ഫ്രണ്ട്സും എൻ്റെ വീട്ടമ്മമാരും എല്ലാവരും പറഞ്ഞ കുറേ ചോദ്യങ്ങളും ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി അതിന് വ്യക്തമായ മറുപടി എനിക്ക് തരികയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ പറഞ്ഞതൊക്കെ അനുസരിക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ ഇപ്പൊ കേട്ടേച്ച് അപ്പുറത്തെ ചെവി കൂടെ കളയാന്നുള്ളതല്ല, അത് നമ്മളും കൂടെ ഒന്ന് അതിനു വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ നാട് നന്നാക്കാനൊക്കത്തുള്ളൂ. നമ്മൾ ചേച്ചിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിലാണ് എനിക്ക് ചേച്ചി പറഞ്ഞ വാക്കുകളിൽ കൂടി എനിക്ക് വിശ്വാസം വന്നേ. അതുപോലെ എൻ്റെ വീട്ടമ്മമാർക്കും ഉണ്ടാകും എന്നാണ് എൻ്റെയും വിശ്വാസം. നമുക്കിനി അവരുടെ പറഞ്ഞ പോലെ, ചേച്ചി പറഞ്ഞ പോലെ എല്ലാം അനുസരിക്കാൻ മാത്രമേ ഉള്ളൂ. ഇതേപോലെ നല്ല നല്ല അറിവുകളും അനുസരണാശീലവും എല്ലാം കൂടി ചേർന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.